നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ വോട്ടെണ്ണി ഫലം പുറത്തു വരാൻ ഇനി 8 ദിവസം കാത്തിരുന്നാൽ മതി. ഇന്നേക്ക് 8-ാം ദിവസം ബാലറ്റ് യന്ത്രങ്ങൾ തുറക്കും, വോട്ടെണ്ണും ഫലപ്രഖ്യാപനം നടക്കും. കേരളത്തിൽ മത്സരിക്കുന്ന 140 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വെച്ച് ജയിച്ച് കാണാൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് ആർ ബിന്ദു അവർകളാണ്. നമുക്കേവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് എ വിജയരാഘവൻ്റെ സഹധർമ്മിണി, മുൻ തൃശ്ശൂർ മേയർ, ഇരിങ്ങാലക്കുടയിലെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രി. ഇത്രയും യോഗ്യതകളുണ്ട് ബിന്ദു സഖാവിന്. അവരങ്ങനെ ഒരു ആശ്രിത നിയമനത്തിൽ കൂടി വന്നതല്ല, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയ്ക്ക് മത്സരിച്ചതും ജയിച്ചതും മന്ത്രിയായതും. മന്ത്രിയാകാൻ യോഗ്യതയുള്ള വേറെ ആളുകളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ആ സ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു വഴിക്കാക്കാൻ ബിന്ദുവിനോളം പ്രാഗൽഭ്യം വേറെ ആർക്കുമില്ല എന്നുള്ള കാര്യം അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന വിജയരാഘവൻ സഖാവിനും അറിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയനും അറിയായിരുന്നു. ഒരാളും അതിന് യാതൊരു എതിർ ശബ്ദവും പുറപ്പെടുവിച്ചില്ല എന്നുള്ളതാണ്.